എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ മാത്സ് സെക്കൻഡ് ലെസൺ ഇക്വേഷൻസ് അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ എടുത്തതൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ ഒരു അൺനോൺ നമ്പർ ഉണ്ടായിരിക്കും. ഈ ലെസൺ എന്താണ് പറയുന്നത്? ഒരു അൺനോൺ നമ്പർ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഏതാണോ കണ്ടുപിടിക്കേണ്ടത്, ചിലപ്പോൾ 1ഓ 2ഓ ഉണ്ടാവും കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിൽ ഒരെണ്ണത്തിന് നമ്മൾ എക്സ് ആയിട്ട് വിചാരിച്ച് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്ത് അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പം അങ്ങനെ കണ്ടുപിടിക്കുന്ന ആ മെത്തേഡിന് ആൾജിബ്രായിക് മെത്തേഡ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ആ മെത്തേഡിലാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് പേജ് നമ്പർ 44 ഒരു 5 പ്രോബ്ലംസ് ഉണ്ട്. അതിൽ നമുക്ക് ഒന്നാമത്തെ നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ടിക്കറ്റ് റേറ്റ് ഫോർ ദ സയൻസ് എക്സിബിഷൻ ഈസ് 10 rupees ഫോർ എ ചൈൽഡ്. ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതിൽ ടിക്കറ്റിൻ്റെ നിരക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും വേറെ വേറെയാണ്. കുട്ടികൾക്ക് ₹10, ഒരു കുട്ടിക്ക് കടക്കാൻ 10 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ്. എന്നാൽ അഡൾട്ടിനാണെങ്കിലോ 26 rupees ഫോർ എൻ അഡൾട്ട്. ഒരു അഡൾട്ടിനാണെങ്കിൽ, അഡൾട്ട് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായിട്ടുള്ള മുതിർന്ന ഒരാൾക്ക് 26 rupees ആണ് വേണ്ടത്. 40 rupees വാസ് ഗോട്ട് ഫ്രം 50 persons. അപ്പം മൊത്തം 50 പേര് വന്നു. അതിൽ കുട്ടികളും ഉണ്ട്, വലിയവരും ഉണ്ട്. ഇങ്ങനെ 50 persons വന്നതിൽ നിന്നും 40 rupees ആണ് ഇവർ കളക്ട് ചെയ്തത്. ഹൗ മെനി ചിൽഡ്രൻ എമംഗ് ദം? എങ്കിൽ അതിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? മൊത്തം 50 പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. 40 rupees ആണ് 2 പേരിൽ നിന്നാണ് കളക്ട് ചെയ്തത്. കുട്ടികൾക്ക് 10 രൂപയാണ്, വലിയവർക്ക് 26 രൂപയാണ്. മൊത്തം 740 രൂപ കളക്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിനി ഇക്വേഷൻ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. കുട്ടികളുടെ എണ്ണമല്ല ചോദിച്ചിട്ടുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ചിൽഡ്രൻ, കുട്ടികളുടെ എണ്ണം നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ വലിയവരോ നമ്പർ ഓഫ് ചിൽഡ്രൻ എക്സ്. ദെൻ നമ്പർ ഓഫ് അഡൾട്ട്സ് എത്രയായിരിക്കും? 2 കൂടി 50 persons മൊത്തം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ അതിൽ എക്സ് ആണെങ്കിൽ അഡൾട്ട്സ് എത്രയുണ്ടാവും? 50 മൈനസ് എക്സ് അല്ലേ? ഇപ്പം 2 പേരുടെ എണ്ണം എങ്ങനെ സൂചിപ്പിക്കാം കിട്ടി. ഇനി തന്നെ നമുക്കൊരു ഇക്വേഷൻ ആക്കി മാറ്റാൻ എന്ത് ചെയ്യണം? 40 rupees ആണ് മൊത്തം കിട്ടിയതെന്ന് പറഞ്ഞിരിക്കുന്നു. കുട്ടികൾ എക്സ് പേരുണ്ട്. എക്സ് പേർക്ക് ഒരാൾക്ക് 10 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ കുട്ടികളിൽ നിന്നും എത്ര കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും? കുട്ടികളിൽ നിന്ന് മാത്രം 10x കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. 10 രൂപയാണ് ഒരാൾക്ക്. എക്സ് പേരുണ്ട്. അപ്പോൾ 10 × x 10x കിട്ടി. പ്ലസ് കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്തത് പ്ലസ് അഡൾട്ട്സിൻ്റെ നിന്ന് കളക്ട് ചെയ്തത് ആണ് 740. അഡൾട്ട്സ് ആണെങ്കിൽ 50 മൈനസ് എക്സ് ഇൻറ്റു എത്രയാണ് അഡൾട്ടിന്? ഒരാൾക്ക് 26 രൂപയാണ്. അപ്പോൾ 50 മൈനസ് എക്സ് എന്നാണ് അഡൾട്ട്സിൻ്റെ എണ്ണം, നമ്പർ ഓഫ് അഡൾട്ട്സ്. അത് ഒരാൾക്ക് 26 rupees വെച്ചിട്ടാണ്. അപ്പോൾ മൊത്തം അവർക്ക് എത്ര വരും? ഇത് ഇൻറ്റു 26 വരും. മനസ്സിലാവില്ലേ ഇങ്ങനെ വന്നതെന്ന്? ഇത് 2 കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന തുക തന്നിട്ടുണ്ട് 740 rupees. ഇവരിൽ നിന്ന് മൊത്തമായിട്ട് കളക്ട് ചെയ്ത് 740 rupees. അപ്പോൾ ഒരു ഇക്വേഷൻ ഏകദേശം രൂപം കിട്ടി. നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 10x പ്ലസ് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് 20 × 26 വരുമ്പോൾ 26 വെച്ച് 15നും ഇൻറ്റു ചെയ്യണം, മൈനസ് എക്സിനും ഇൻറ്റു ചെയ്യണം. 26 × 50 എത്ര വരാ? 26 1300 മൈനസ് 26 × x 26x ഈക്വൽസ് 740. ഇനി നമുക്കിതിലൂടെ നിർത്തിയിട്ട് 1300നെ അങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവിൻ്റെ പോസിറ്റീവിൻ്റെ ഒക്കെ ഒരു ഇത് വരും. കാരണം ഇത് വലിയ നമ്പറാണല്ലോ. ഈ വലിയ നമ്പറിനെ അങ്ങോട്ട് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും വലിയ നമ്പർ എവിടെയാണ് കിടക്കുന്നത് അവിടത്തേക്ക് ചെറുതിനെ കൊണ്ടുവരാണ് നല്ലത്. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം. നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനത്തെ ചിഹ്നങ്ങൾ വരാതിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് 740നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ 10xനെയും 26xനെയും അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? 1300 740നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 740 ഈക്വൽസ് ഈ 10xനെയും മൈനസ് 26നും അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ മൈനസ് 26 എന്താവും? പ്ലസ് ആവും. 26x 10x അങ്ങോട്ട് പോയപ്പോൾ മൈനസ് 10x ആയി. മനസ്സിലായില്ലേ?
അതേസമയം 1300 ഓക്കെ മനസ്സിലായില്ലേ. ഇനി 1300 ഇത് 740 മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ 560 ഈക്വൽസ് 26x നിന്ന് 10x പോയി കഴിഞ്ഞാൽ 16x വരും. x ഈക്വൽസ് 560 ഡിവൈഡഡ് ബൈ 16. 1656 3 ടൈംസ് പോയി, ബാക്കി 8, 80 5 ടൈംസ്. x ഈക്വൽ ടു 35. അപ്പോൾ ചിൽഡ്രൻ്റെ എണ്ണം കിട്ടി നമുക്ക് 35. എങ്കിൽ അഡൾട്ട്സിൻ്റെ എണ്ണം ചോദിച്ചിട്ടില്ല. 50 35 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡൾട്ട്സിൻ്റെ എണ്ണം കിട്ടും. അത് ചോദിച്ചിട്ടില്ല, ചിൽഡ്രൻ്റെ എണ്ണം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായില്ലേ. ഇത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളത് ഇതേ രീതിയിൽ ചെയ്തു പോകുമ്പോൾ ഇങ്ങനെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. അതായത് 10x ഞാൻ വീണ്ടും അത് എടുത്ത് എഴുതിയിരിക്കുകയാണ്. 10x പ്ലസ് 50 മൈനസ് x ഇൻറ്റു 26 ഈക്വൽ ടു 740 ഇങ്ങനെയാണല്ലോ നമ്മൾ എഴുതിയത്. അപ്പോൾ 10x പ്ലസ് 26 കൊണ്ട് ഇതിന് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയ 1300 മൈനസ് 26 ഈക്വൽ 740 ഇങ്ങനെയല്ലേ പറയാം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യാറ്, എക്സ് ഉള്ള ഇവിടെ എക്സ് ഉണ്ട് കേട്ടോ. എക്സ് ഉള്ള ഭാഗം ഇവിടെ നിർത്തി ബാക്കി അപ്പുറത്തേക്ക് കൊണ്ടുപോകാറാണ് പതിവ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാനത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിയത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഇങ്ങനെയും ചെയ്യാം. 10x മൈനസ് 26x ഈക്വൽസ് 740. ഈ 1300നെ അങ്ങോട്ട് കൊണ്ടുപോയി മൈനസ് 1300 മനസ്സിലായില്ലേ. 10x ഈ മൈനസ് 26x കൂടി ഇട്ടു, 740 ഇവിടെ എടുക്കുന്നുണ്ട്. 1300 നമ്മൾ അങ്ങോട്ട് പോസിറ്റീവ് ആയിരുന്നു, നെഗറ്റീവ് ആയി. ഇനി 10x മൈനസ് 26x എന്ത് ചെയ്യും? 10xൽ നിന്നും 26x മൈനസ് ചെയ്യാൻ പറ്റുമോ? 10 ചെറുതാണ്, 26 വലുതാണ്. എങ്ങനെ മൈനസ് ചെയ്യുക? നിങ്ങൾ നെഗറ്റീവ് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ പ്ലസ് ചെയ്യുക, മൈനസ് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ഡിവൈഡ് ചെയ്യലൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ചെറുതിൽ നിന്നും വലിയ നമ്പർ കുറയ്ക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസിനെ പ്ലസ് ആക്കണം. പഠിച്ചിട്ടുണ്ടായിരിക്കും. പഠിക്കാത്തവർക്ക്, അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ വന്നാൽ മൈനസിനെ പ്ലസ് ആക്കിയിട്ട് തൊട്ടപ്പുറത്ത് കിടക്കുന്ന സംഖ്യയുടെ ചിഹ്നം മാറ്റണം. അതായത് ഇപ്പൊ 10x മൈനസ് 26x എന്നാണല്ലോ. അപ്പൊ ഇത് ശരിക്കും ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവ് നമ്പറാണ്, നടുവിൽ മൈനസ് ചിഹ്നം വന്നിരിക്കുന്നു. അപ്പൊ ഈ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ കുറയ്ക്കാൻ നമുക്ക് അറിയില്ല, നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ മൈനസിനെ പ്ലസ് ആക്കിയിട്ട് ഇത് പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് ആക്കാം. അങ്ങനെയാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഇപ്പൊ ഇത് പോസിറ്റീവാണ്, ഇത് ഇവിടെ ചിഹ്നം ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് പോസിറ്റീവ് ആണെന്നാണ്. പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് അതിൻ്റെ നിയമം? ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. പഠിച്ചിട്ടില്ലേ? പഠിക്കാത്തവര്, ഇതുവരെ കേൾക്കാത്തവരൊക്കെ ഉണ്ടാ ഇത് ഈ നിയമം? പഠിച്ചവരാണെങ്കിൽ ഈ ഭാഗം ഞാൻ പറഞ്ഞു തരുന്ന ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. പക്ഷെ പഠിക്കാത്തവർക്ക്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. പോസിറ്റീവ് നമ്പർ, ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഒപ്പം പറയും. ഒരു പോസിറ്റീവും നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. ഇത് മറക്കരുത്. ഇത് ഉറക്കത്തിൻ്റെ ഇടയിൽ വിളിച്ച് ചോദിച്ചാലും നമ്മൾ പറയാൻ കിട്ടണം. ഓക്കെ? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. അപ്പം ഇതിലേതാ വലുത്? വലിയ നമ്പർ 26 ആണ്. 26ൽ നിന്നും 10 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും? 16 കിട്ടും. 26ൻ്റെ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, വലുതിൻ്റെ ചിഹ്നം എന്താ? നെഗറ്റീവ്. നെഗറ്റീവ് ഇട്ടു, ബാക്കി ഒരു എക്സും ഇട്ട് കൊടുത്തു. മനസ്സിലായില്ലേ ഇതെങ്ങനെയാ വന്നേന്ന്? അപ്പം നെഗറ്റീവ് 16x ഈക്വൽസ് അതേപോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 740ൽ നമുക്ക് 1300 എങ്ങനെ മൈനസ് ചെയ്യാൻ സാധിക്കും? അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ മൈനസ് പ്ലസ് ആക്കി ഇപ്പുറത്തെ ചിഹ്നം നെഗറ്റീവ് ഇട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇപ്പം ഇത് ഇവിടെ ചിഹ്നം ഇട്ടിട്ടില്ല, സോ ഇത് പോസിറ്റീവ് എന്നാണ് അർത്ഥം. അപ്പോൾ വീണ്ടും ഇത് പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ
ആഡ് ചെയ്യാനാണ് വന്നത്, പക്ഷെ നമ്മൾ ചെയ്യേണ്ട ക്രിയ അവിടെ എന്താണ്? ശരിക്കും സബ്ട്രാക്ട് ചെയ്താൽ ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. അപ്പൊ 1300 നിന്നും 740 നമുക്ക് മൈനസ് ചെയ്യാം. നമുക്ക് നേരത്തെ മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? 6 5. ഓക്കെ, 560 കിട്ടും. 560. ഏത് ചിഹ്നം ഇടണ്ടേ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇടണ്ടേ? നെഗറ്റീവ്. വലുതിന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്, വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുത്തു. സോ -16x ഈക്വൽസ് -560 കിട്ടി. ഇനി നമ്മൾ എക്സിനെ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ -560 ഡിവൈഡഡ് ബൈ -16 ഇട്ടു. ഇൻറ്റു ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോഴൊന്നും ചിഹ്നം കളയരുത്. -16 ഇങ്ങോട്ട് വന്നു, -16 തന്നെയാണ്. അപ്പോൾ അടിയിലേക്ക് പോയത്, അതായത് ഡിവൈഡ് ചെയ്യാൻ വന്നു. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് നേരത്തെ കിട്ടി 35 കിട്ടി. നെഗറ്റീവ് ഡിവൈഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഉത്തരത്തിന്റെ ചിഹ്നം എന്തായിരിക്കും? പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് 35. പോസിറ്റീവ് എന്നുള്ളത് ഇടേണ്ട ആവശ്യമില്ല, ഒന്നും ഇട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പോസിറ്റീവ് എന്നാണ്. അപ്പൊ പോസിറ്റീവ് ഇൻറ്റു ചെയ്താൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവും ഇൻറ്റു ചെയ്യാൻ വന്നാലും ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. ഒരേ ചിഹ്നങ്ങൾ വന്നാൽ മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും, ഇത് ഏത് ക്ലാസ്സിലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല, 5ലോ 6ലോ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു, അത് 7ലാണോ എന്നറിയില്ല. എന്താ? പോസിറ്റീവും ഇൻറ്റു ചെയ്യാൻ വന്നാലും ഡിവൈഡ് ചെയ്യാൻ വന്നാലും, അതായത് ഒരേ ചിഹ്നം, അത് രണ്ട് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, പോസിറ്റീവ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ലെസൺ പഠിപ്പിക്കും ടീച്ചർ. ഈ ലെസൺ കഴിയണവർ എല്ലാ ദിവസവും കുട്ടികളുടെ ഇടയിൽ നിന്ന് ഓരോരുത്തരെ വിളിച്ചിട്ട് പെട്ടെന്ന് ചോദിക്കും, പെട്ടെന്ന് ആൻസർ പറയണം. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, നെഗറ്റീവ്. അങ്ങനെ വെവ്വേറെ ചിഹ്നങ്ങൾ വന്നാൽ നെഗറ്റീവ്, ഒരേ ചിഹ്നം വന്നാൽ പോസിറ്റീവ്. മനസ്സിലായില്ലേ? പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വന്നാൽ ആൻസർ പോസിറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വന്നാൽ ഉത്തരം പോസിറ്റീവ്. മനസ്സിലായില്ലേ? ഒരേ ചിഹ്നമാണ് വന്നെങ്കിൽ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഉത്തരം പോസിറ്റീവ്. ഇനി വെവ്വേറെ ചിഹ്നം വന്നാലോ? പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വന്നാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അത് ഡിവിഷനിലും അങ്ങനെ തന്നെ. പോസിറ്റീവ് ഡിവൈഡ് ചെയ്യാൻ വന്നാൽ ആൻസർ പോസിറ്റീവ്, നെഗറ്റീവും ഡിവൈഡ് ചെയ്യാൻ വന്നാൽ ഉത്തരം പോസിറ്റീവ്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവും ഡിവൈഡ് ചെയ്യാൻ വന്നു, അപ്പോൾ ഉത്തരം പോസിറ്റീവ് ആയി. ഓക്കെ, ഇനി പോസിറ്റീവും നെഗറ്റീവും ആയിരുന്നു ഡിവൈഡ് ചെയ്യാൻ വന്നെങ്കിലോ ഉത്തരം നെഗറ്റീവ്. മനസ്സിലായോ? ഇത് പഠിച്ചിട്ടുണ്ടാവും, എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ, നിങ്ങൾക്ക് ഇത് അറിയണതാണോ? ഈ ക്യാമറയിൽ നോക്കി ക്ലാസ് എടുക്കണതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇതാണ്. ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവാണ്ട് പോവോ? പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചേച്ചി എന്തിനാ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഞങ്ങൾ എന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എന്നാവും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ എനിക്കത് കാരണം കൺഫ്യൂഷനാണ്, എടുക്കുമ്പോൾ അറിയുണ്ടാവും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 35 കിട്ടി നമുക്ക്. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ വരുമല്ലോ വെച്ചിട്ടാണ് ഞാൻ മറ്റോളം ചെയ്തത്. അപ്പം നിങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നോക്കുക, വലുത് ആണ് ചെറുതിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതെങ്കിൽ അത് ചിഹ്നം മാറിപ്പോകും. അപ്പോൾ പരമാവധി വലുതിൻ്റെ അടുത്തേക്ക് ചെറുതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കൺഫ്യൂഷൻ ഒന്നുമില്ലാണ്ട് നമുക്ക് വേഗം അത് സിംപ്ലിഫൈ ചെയ്ത് എക്സിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, എ ക്ലാസ് ഹാസ് ദ സെയിം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ്. Only 8 boys were absent on a particular day, and then the number of girls was double the number of boys. What is the number of boys and girls? Boys and girls number equal ആണ്. അപ്പോൾ number of boys നമുക്ക് x ആയിട്ട് എടുക്കാം, number of girls അതും x തന്നെയാണ്. ഇനി പറഞ്ഞത് ഒരു പെർട്ടിക്കുലർ ഡേ, ഒരു പ്രത്യേക ദിവസം 8 ബോയ്സ് ആബ്സെന്റ് ആയി. അപ്പോൾ 8 ബോയ്സ് ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്നും 8 പേരില്ല അന്നത്തെ ദിവസം. എക്സ് ആണ് മൊത്തം എണ്ണം, അതിൽ 8 പേരില്ല. അങ്ങനെ വന്ന ദിവസം ഗേൾസിന്റെ എണ്ണം ബോയ്സിന്റെ എണ്ണത്തിനേക്കാളും ഡബിളായിരുന്നു. അപ്പോൾ ബോയ്സിന്റെ എണ്ണം ഡബിളായി ഈക്വൽസ് എക്സ്. ഗേൾസിന്റെ എണ്ണത്തിനോട് ഈക്വൽ ആയപ്പോൾ എങ്ങനെ? ആ സമയത്ത് ബോയ്സിന്റെ എണ്ണത്തിന്റെ ഡബിൾ ആയിരുന്നു അന്നത്തെ ദിവസത്തെ ഗേൾസിന്റെ എണ്ണം എക്സ് തന്നെയാണ്. ഇതൊരു ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും. രണ്ടും പേരുടെയും എണ്ണം എക്സ് ആണ്, രണ്ടുപേരും സെയിം നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്, സെയിം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡേ 8 പേര് മുടങ്ങി എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 8, അതിന്റെ ഡബിൾ ആണ് അന്നത്തെ ഗേൾസിന്റെ എണ്ണം. ഡബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റു 2 ചെയ്തു.
2 into x 2x minus 2 into 80 8 16 equals x. നമുക്കൊരു കാര്യം ചെയ്യാം, എക്സിന് ഇങ്ങോട്ട് കൊണ്ടുവരാം, 16 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 2x ഇത് എക്സ് ഇങ്ങോട്ട് വന്നപ്പോൾ മൈനസ് എക്സ് ആയി, ഇത് മൈനസ് 16 അങ്ങോട്ട് പോയപ്പോൾ പ്ലസ് 16 ആയി. 2xൽ നിന്നും എക്സ് മൈനസ് ചെയ്തപ്പോൾ വെറും ഒരു എക്സ് ആയി ഈക്വൽ 16. അപ്പോൾ എക്സിൻ്റെ എണ്ണം എത്രയാണ്? 16. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം 16, ബോയ്സിൻ്റെ എണ്ണവും 16. അപ്പോൾ നോക്കൂ, ബോയ്സ് ഒരു പ്രത്യേക ദിവസം 8 പേര് മുടങ്ങി. അപ്പോൾ അന്നത്തെ ദിവസം ബോയ്സ് എത്ര പേരുണ്ടായിരുന്നു? 8 പേര്. ബാക്കി 8, 16 8 പോയി ബാക്കി 8. അന്നത്തെ ദിവസം ഗേൾസ് ഒറ്റാൾ മുടങ്ങിയിട്ടില്ലേ, 16 പേരുണ്ടായിരുന്നു. അപ്പോൾ ബോയ്സിന്റെ ഡബിൾ അല്ലേ ഗേൾസിന്റെ എണ്ണം? കറക്റ്റ് ആണ് നമ്മൾ കിട്ടിയ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അജയൻ is 10 years older than Vijayan. Next year Ajayan's age would be double that of Vijayan. What are their ages now? നമ്മളൊരു ഏജസിന്റെ നമ്മൾ അപ്പൂൻ്റെ അമ്മയുടെ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അജയൻ is 10 years older than Vijayan. അപ്പോൾ ഇങ്ങനത്തെ വരുമ്പോൾ ആരുടെ പ്രായമാണോ കുറവ് അവരുടെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോഴാണ് നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവുക. അജയൻ ഈസ് 10 years older than വിജയൻ. വിജയനേക്കാൾ 10 years older ആണ് അജയൻ എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ പ്രായം കുറവ്? വിജയൻ അല്ലേ. അപ്പൊ നമുക്ക് വിജയന്റെ ഏജ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ അജയന്റെ അജയന്റെ പ്രായം എത്രയാ? വിജയനേക്കാളും 10 years ഓൾഡർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എക്സ് പ്ലസ് 10 വന്നു. ഇനി ഇതിനെ തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാം. എങ്ങനെയാ? എന്താ പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് ഇയർ, പിന്നത്തെ വർഷം എന്ന് പറയുമ്പോൾ ഒരു വയസ്സ്, 2 പേർക്ക് ഓരോ വയസ്സ് വീതം കൂടി. അപ്പോൾ വിജയന് എത്ര വയസ്സായി? എക്സ് പ്ലസ് 1 ആയി. അജയന് എക്സ് പ്ലസ് 11 ആയി അല്ലേ, ഒരു വയസ്സ് കൂടി. നെക്സ്റ്റ് ഇയർ എന്തുണ്ടായി? അജയൻസ് ഏജ് വുഡ് ബി ഡബിൾ ദാറ്റ് ഓഫ് വിജയൻ. വിജയന്റെ ഏജിനേക്കാളും ഡബിൾ ആയിരുന്നു അജയന്റെ എണ്ണം. അപ്പൊ വിജയന്റെ ഏജിനെ നമ്മൾ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്താലേ അജയന്റെ ഒപ്പം എത്തുള്ളൂ. മനസ്സിലായോ? അതായത് നെക്സ്റ്റ് ഇയർ ആയപ്പോൾ വിജയന്റെ ഏജിന്റെ ഡബിൾ ആണ് അജയന്റെ ഏജ്. നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ 2 പേരോടും കൂടി 1 കൂട്ടി, ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഒരു വയസ്സ് കൂടി 2 പേർക്ക്. അതുകൊണ്ട് ഇത് 1 ആയി, ഇത് എക്സ് പ്ലസ് 11 ആയി. അപ്പൊ വിജയന് പ്രായം കുറവാണ്. അപ്പൊ വിജയന്റെ പ്രായത്തിനെ പിന്നെ പിറ്റേത്തെ കൊല്ലം 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ അജയന്റെ പ്രായം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2x plus 2 ഈക്വൽസ് എക്സ് പ്ലസ് 11. ഇപ്പൊ ബാക്കിയൊക്കെ പഴയ പോലെ തന്നെ. എക്സിനെ കൊണ്ട് 2നെ അങ്ങോട്ട് കൊണ്ടുപോവാം. 2x മൈനസ് എക്സ് ഈക്വൽസ് 11. ഇതൊക്കെ കണ്ടില്ലേ, നമ്മൾ ചെറുതിനെ വലിയ നമ്പറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരില്ല. ഈക്വൽസ് 9. 2x മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽസ് 9. അപ്പൊ നമുക്ക് വിജയന്റെ ഏജ് 9 കിട്ടി. അജയന്റെ ഏജോ? അജയന് വിജയനേക്കാളും 10 years ഓൾഡർ ആണ്. അപ്പോൾ 19 വയസ്സ് അജയന്. പിന്നത്തെ വർഷം ആവുമ്പോൾ വിജയന് 10 വയസ്സാവും, അജയന് 19 വയസ്സായാലും അത് 20 വയസ്സാവും. അപ്പൊ അതേ വിജയന്റെ വയസ്സിന്റെ ഡബിൾ ആയില്ലേ, അജയന്റെ വയസ്സ് ഇരട്ടിയായില്ലേ. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ആൻസർ കറക്റ്റ് ആണ്. മനസ്സിലായില്ലേ? 4ാമത്തെ കണക്ക്. 5 times a number is equal to 3 times the sum of the number and 4. What is the number? അപ്പോൾ ഒരു നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. ആ നമ്പർ അൺനോൺ നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഇനി 5 times a number, ഈ നമ്പറിന്റെ 5 times എന്ന് പറഞ്ഞാൽ 5x എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആണ്? 3 times the sum of the number and 4. ഈ നമ്പറിന്റെയും ഇത് സെയിം നമ്പറും 4ഉം കൂടിയിട്ടുള്ള സമ്മിന്റെ എത്ര ടൈംസ് ആണ്? 3 times ആണ്. ഈ നമ്പറിന്റെ 5 times എന്ന് പറയുന്നത് ഈ സെയിം നമ്പറിനെ 4 കൊണ്ട് ആഡ് ചെയ്ത സമ്മിന്റെ 3 times ആണ്. മനസ്സിലായോ? അപ്പൊ ഇതിനെ നമുക്ക് ഇനി നോക്കി നോക്കാം. 5x ഈക്വൽസ് ഇതിനെ ഇൻഡ്യൂ ചെയ്യുമ്പോൾ 3x പ്ലസ് 3 into 4 12. 3x നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. 5x മൈനസ് 3x ഈക്വൽസ് 12. 5x 3x പോയി കഴിഞ്ഞാൽ ബാക്കി 2x ഈക്വൽസ് 12. x ഈക്വൽസ് 12. 2 അപ്പുറത്തിൽ പോയി താഴെ പോയി 2 ഈക്വൽസ് 6. x ഈക്വൽസ് 6 കിട്ടി. ശരിയാണോ നോക്കൂ. 5 times ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 5 into x 30 അല്ലേ, ഈക്വൽസ് എക്സിന്റെ കൂടെ 4 ആഡ് ചെയ്തു. x 6 എന്ന് കിട്ടി. 6ഉം 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 10.
10ന്റെ 3 ടൈംസ് ആണ്. 10ന്റെ 3 ടൈംസ് പറഞ്ഞാൽ 30. ശരിയല്ലേ? 30 = 30. ശരിയാ. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ആൻസർ കറക്റ്റ്. അടുത്തത് ഈ ലെസണിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ദ നമ്പർ ഓഫ് മെൻ ഇസ് ത്രൈസ് ദ നമ്പർ ഓഫ് വുമൺ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെന്നിന്റെ നമ്പർ ഓഫ് മെൻ, പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളുടെ എണ്ണത്തിന്റെ 3 ഇരട്ടിയാണ്. അപ്പോൾ സ്ത്രീകളുടെ എണ്ണാണോ പുരുഷന്മാരുടെ എണ്ണാണോ ഇവിടെ കൂടുതൽ? പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളുടെ എണ്ണത്തിനേക്കാളും 3 ഇരട്ടി കൂടുതലാണെന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ എണ്ണമാണ് കുറവ്, പുരുഷന്മാരുടെ എണ്ണമാണ് കൂടുതൽ. അപ്പം നമ്മളിങ്ങനെ ഇവിടെ ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏതിനെയാണ് എക്സ് ആക്കി എടുക്കേണ്ടത്? ഒരെണ്ണമാണ് ആകെ കണ്ടുപിടിക്കാൻ ഉള്ളെങ്കിൽ നമുക്കത് എക്സ് ആക്കി എടുക്കാം. ഇവിടെ മെന്നിന്റെ എണ്ണം, പുരുഷന്മാരുടെ എണ്ണവും നമുക്കറിയില്ല, സ്ത്രീകളുടെ അറിയില്ല. അപ്പം നമ്മൾ ഏതാണ് എക്സ് ആക്കി എടുക്കേണ്ടത്? രണ്ടും ഏത് വേണമെങ്കിലും എടുത്താലും ആൻസർ കിട്ടും. പക്ഷെ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ചെറിയ നമ്പർ എക്സ് ആക്കി എടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ നമ്പർ എക്സ് ആക്കി എടുക്കുകയാണ് നല്ലത് എപ്പോഴും. അപ്പോൾ ഇവിടെ വുമന്റെ എണ്ണമാണ് കുറവ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് വുമൺ നമുക്ക് എത്ര ആക്കി എടുക്കാം? എക്സ് ആക്കി എടുക്കാം. അപ്പം മെന്നോ, നമ്പർ ഓഫ് മെൻ എത്രയായിരിക്കും? വിമന്റെ എണ്ണത്തിന്റെ 3 ഇരട്ടിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ 3x. മെന്നിന്റെ നമ്പർ ഓഫ് മെൻ എത്രയായിരിക്കും? 3x. ഇനി പറഞ്ഞിരിക്കുന്നത് 29 women and 16 men were joined the society and now the number of men is double the number of women. പുതുതായിട്ട് കുറച്ച് പേരുടെ അവിടെ ജോയിൻ ചെയ്യാണ്. വുമൺ 29. അപ്പോൾ ഇപ്പോൾ വുമന്റെ എണ്ണം എത്രയും മാറി? എക്സ് ആയിരുന്നു ആദ്യമേ, അത് 29 കൂടി വന്നു. അപ്പോൾ x + 29 ആണ് ഇപ്പോഴത്തെ സ്ത്രീകളുടെ എണ്ണം. എന്ന പോലെ തന്നെ 16 men were joined. മെന്നിന്റെ എണ്ണം 16 പേരും കൂടി കൂടുതലായിട്ട് വന്നു. അപ്പോൾ 3x ആയിരുന്നു മുന്നുണ്ടായിരുന്നത്, അതിൽ കൂടെ 16 പേര് കൂടി വന്നു. ഇനി ഇത് തമ്മിൽ ഇപ്പോൾ ഇനിയൊരു റിലേഷൻ ഉണ്ട്. അതെന്താ? നൗ ദ നമ്പർ ഓഫ് മെൻ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ആണുങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഡബിൾ ദ നമ്പർ ഓഫ് വുമൺ. വുമന്റെ എണ്ണത്തിന്റെ ഡബിൾ ആണ്. വുമന്റെ എണ്ണം എത്രയാണ്? x + 29. അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ × 2. ഓക്കെ, അത്രയുമാണ് ഇപ്പോഴത്തെ പുരുഷന്മാരുടെ എണ്ണം. സ്ത്രീകളുടെ എണ്ണത്തിന്റെ ഡബിൾ ആണ് ഇപ്പോഴത്തെ പുരുഷന്മാരുടെ എണ്ണം. ഓക്കെ, ഇത്രയും എന്തെങ്കിലാണെന്ന് മനസ്സിലായില്ലേ? സ്ത്രീകളുടെ എണ്ണം എക്സ് ആക്കിയിട്ട് എടുത്തു. നമ്മൾ ചെറിയ എണ്ണം എത്രയാണോ അത് എക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അതിന്റെ ത്രൈസ് ആണ് മെൻ. ത്രൈസ് എന്ന് പറഞ്ഞാൽ 3 ഇരട്ടി. 3 ഇരട്ടിയാണ് മെന്നിന്റെ എണ്ണം. അപ്പോൾ 3x വന്നു മെന്നിന്റെ എണ്ണം. എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്തു. പുതുതായിട്ട് 29 പേര് ജോയിൻ ചെയ്തപ്പോൾ x + 29 ആയി. പുതുതായിട്ട് 16 ആണുങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ 3x + 16 ആയി. അപ്പോൾ ഇപ്പോൾ പുരുഷന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ എണ്ണത്തിന്റെ ഡബിൾ ആണ്. അപ്പോൾ സ്ത്രീകളുടെ എണ്ണം × 2. ഇവിടെ വരെ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് 2 കൊണ്ട് ഇതിനെയും ഇൻഡ്യൂ ചെയ്യണം അല്ലേ? ബ്രാക്കറ്റ് ഇട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പർ കൊണ്ട് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എത്ര പേരുണ്ടോ അവരൊക്കെ ഇൻഡ്യൂ ചെയ്യണം. 2 × x 2x + 2 × 29 എത്ര വരാ? 58 അല്ലേ? ഈക്വൽസ് 3x + 16. ഇനി നമുക്ക് എക്സുകളൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ നമ്പേഴ്സൊക്കെ മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുപോകണം. അപ്പോഴാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എക്സിന്റെ വാല്യൂ കിട്ടാനായിട്ട് നല്ലത്. അപ്പോൾ നമ്മൾ സാധാരണ എന്താ വെച്ചാൽ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാറാണ് പതിവ്. അപ്പോൾ നോക്കിയേ, ഇവിടെ എടുക്കുന്നത് 2x, ഇവിടെ എടുക്കുന്നത് 3x. അപ്പോൾ വലുതിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. എന്ന പോലെ തന്നെ നമ്പർ എടുക്കുന്നതോ ഇവിടെ 58ഉം ഇവിടെ 16. ഇവിടെ ചെറിയ നമ്പറാണ്, ഇവിടെ വലുതാണ്. അപ്പം എപ്പോഴും വലുതിനെ കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ നമ്പറിൻ്റെ അടുത്തേക്ക് ചെറിയ നമ്പറിനെ കൊണ്ടുവരാണ് എപ്പോഴും നല്ലത്. അത് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. എക്സ് = അപ്പുറത്തേക്ക് പോകുന്നേ ഉള്ളൂ. ആൻസറൊക്കെ വേഗം നമുക്ക് കിട്ടാനും നല്ലത്, നമുക്ക് തെറ്റി പോകാണ്ട് ചെയ്യാൻ നല്ലത് എപ്പോഴും എന്ത് ചെയ്യണം? ചെറുതിനെ കൊണ്ടുപോവുക വലുതിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 58 നമുക്കിവിടെ നിർത്താം. 58 വലിയ നമ്പറാണല്ലോ. 58 നമുക്കിവിടെ നിർത്താം. എന്നിട്ട് = അപ്പുറത്ത് 16 കിടക്കുന്നുണ്ട് ചെറിയ നമ്പർ, അതിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ +16 = ഇപ്പുറത്ത് വന്നപ്പോൾ -16 ആയി. = അപ്പുറത്ത് 3x ഓൾറെഡി കിടക്കുന്നുണ്ട്. 3xന്റെ അടുത്തേക്ക് 2xന് ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ -2x ആയി. ഓക്കെ,
ഇനി 58ൽ നിന്നും 16 മൈനസ് ചെയ്യാം. 58 മൈനസ് 16 2 4 42 ഈക്വൽസ് 3x മൈനസ് 2x എത്രയാ? 1x. 1x ഇങ്ങനെ എഴുതില്ല, x എന്ന് മാത്രമേ എഴുതുള്ളൂ. മനസ്സിലായി? അപ്പോൾ 1x എന്നർത്ഥം. അങ്ങനെ 42 ഈക്വൽസ് x, അതായത് x ഈക്വൽ ടു 42. എക്സിന്റെ വാല്യൂ കിട്ടിയില്ലേ? ഇപ്പോൾ ഇനി എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി വിമൻ ആർ ദർ ഇൻ ദ സൊസൈറ്റി അറ്റ് ഫസ്റ്റ്. ആദ്യം വിമൻ എത്ര പേരുണ്ടായിരുന്നു, എത്ര സ്ത്രീകളുണ്ടായിരുന്നു? അപ്പൊ ആദ്യത്തെ സ്ത്രീകളുടെ എണ്ണമാണ് എക്സ്, അത് നമുക്ക് കിട്ടി 42. അപ്പൊ മെന്നിന്റെ എണ്ണം ഇവിടെ ചോദിച്ചിട്ടില്ല, ചോദിച്ചെങ്കിൽ മാത്രം അത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെസൺ ഇക്വേഷൻസ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തെ ലെസണിൽ നമുക്ക് കാണാം.